എന്താ പേരെന്താണ്? നിഷ. കുട്ടികൾക്ക് എന്താ പേരിട്ടേക്കണേ? നിഹാല്, നഹ്ല. കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ കേരള ഹോമിയോപ്പതി ഫെർട്ടിലിറ്റി ക്ലിനിക്കില് കുട്ടികളുണ്ടാവാൻ ചികിത്സയ്ക്ക് വന്നത്? കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 9 വർഷത്തോളം ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അതിൽ ഫലം കാണാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇതിലേക്ക് തിരിഞ്ഞത്. 1 വർഷത്തോളം ഹോമിയോ മരുന്ന് കഴിച്ചു. അതിനുശേഷം ആദ്യത്തെ ഉണ്ടായി. പിന്നെ കൗണ്ടുകളായിരുന്നു പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞ് പ്രസവിച്ചതിന് ശേഷം വീണ്ടും കൗണ്ടും ചലനശേഷിയും കുറവുണ്ടായിരുന്നു അല്ലേ? ഇതിലൂടെ 2 പ്രസവം നോർമലായി. പിന്നെ 2 പ്രസവം നോർമലായി പ്രസവിക്കുകയും ചെയ്തു. വേറെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കുട്ടി എത്ര നാള് കഴിഞ്ഞിട്ടാണ്? മോൻ 5.5 വയസ്സായപ്പോ രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചു. 4 വയസ്സായപ്പോ. ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ക്ഷീണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? യാത്ര ചെയ്യുമ്പോഴേക്കും മറ്റേതും കഴിക്കാനും സൗകര്യം, ജോലിക്കാണെങ്കിലും കഴിക്കാനും സൗകര്യം. സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ഹോമിയോപ്പതി? ഒട്ടും ബാധിച്ചില്ല. ചെലവ് വളരെ കുറവാണ്. ഇംഗ്ലീഷ് മരുന്ന് ഓരോ മാസം 25,000-30,000 രൂപയോളം 9 വർഷം ചികിത്സ ചെയ്ത സമയത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിരുന്നു. ഇനി അടുത്ത കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഉണ്ടാകുമ്പോൾ വയസ്സാരോഗ്യം തോന്നുന്നു. ഇത്രയും വേണ്ടെന്നുള്ള രീതിയിലാണ്. ഓക്കെ. എത്ര വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചത്? 30 വയസ്സുള്ള. 30 വയസ്സുള്ളപ്പോൾ.